അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കനത്ത മഴ പെയ്യുന്ന ആ രാത്രിയിൽ ആനന്ദ് തൻ്റെ പഴയ കാറിൽ കാട്ടുപാതയിലൂടെ വണ്ടി ഓടിക്കുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി അല്പം സമാധാനം തേടിയാണ് അവൻ ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ വഴി തെറ്റി അവനൊരു വിജനമായ റോഡിലെത്തിപ്പെട്ടു. പെട്ടെന്നാണ് റോഡരികിൽ ഒരാൾ കൈ കാണിക്കുന്നത് അവൻ കണ്ടത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ. ഇത്രയും മഴയത്ത് ഇയാൾ എവിടെ പോകാനാണ് എന്ന് കരുതി ആനന്ദ് വണ്ടി നിർത്തി. എവിടെ പോകണം? കുറച്ചിവിടം വരെ. എൻ്റെ കാർ റിപ്പയറായി കിടക്കുവാണ്. പിൻസീറ്റിൽ കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. കാറിനുള്ളിൽ അസ്വാഭാവികമായ ഒരു തണുപ്പ് പടരുന്നത് ആനന്ദ് ശ്രദ്ധിച്ചു. അയാൾ വൃദ്ധനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടിയില്ല. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോഡരികിൽ തകർന്നു വീണ ഒരു വലിയ മരം കണ്ട് ആനന്ദ് ബ്രേക്ക് ഇട്ടു. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു പറഞ്ഞു. പക്ഷേ പിൻസീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. സീറ്റിൽ വെള്ളം നനഞ്ഞ പാടുകൾ മാത്രം ബാക്കി. പേടിച്ചു പോയ ആനന്ദ് വേഗത്തിൽ വണ്ടി തിരിക്കാൻ നോക്കുമ്പോൾ മുന്നിൽ കുറച്ചു മുന്നേ നടന്നൊരു ആക്സിഡന്റ് കണ്ടു. അപ്പോൾ ആനന്ദിന്റെ ഫോണിൽ ഒരു ന്യൂസ് നോട്ടിഫിക്കേഷൻ വന്നു. അവനിപ്പോൾ കണ്ട അപകടത്തെ പറ്റിയാണ്. ഇന്ന് വൈകുന്നേരമുണ്ടായ വാഹനാപകടത്തിൽ ഒരു വൃദ്ധൻ മരിച്ചു. മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വാർത്തയിലെ ഫോട്ടോ. ആനന്ദ് ഒന്ന് പേടിച്ചു. അതെ, അത് തൻ്റെ കാറിൽ കയറിയ അതേ വൃദ്ധൻ തന്നെയായിരുന്നു. ആനന്ദ് ആലോചിച്ചു. റോഡിൽ രക്തം വാർന്നു കിടക്കുന്ന ആൾ തൻ്റെ ഒപ്പം കാറിലുണ്ടായിരുന്ന വൃദ്ധൻ. അപ്പോൾ അയാൾ എൻ്റെ കൂടെ വനത്ത് സഹായം തേടിയായിരുന്നു. മരിക്കുന്നതിന് മുന്നേ അയാളുടെ അന്തരാത്മാവ് എൻ്റെ സഹായം തേടി. അയാളിപ്പോൾ മരിച്ചു. എനിക്ക് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് കാറിൻ്റെ സൈഡ് മിററിൽ ആനന്ദ് കണ്ടു. തൊട്ടു പിന്നിൽ ആ വൃദ്ധൻ നിൽക്കുന്നു. അയാളുടെ മുഖം പകുതിയും തകർന്നിരുന്നു. കണ്ണുകളിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഭയത്തോടെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ വണ്ടി അനങ്ങുന്നില്ല. അപ്പോഴാണ് പിന്നിലെ ചില്ല് പൊട്ടിയ ശബ്ദം അവൻ കേട്ടത്. തൻ്റെ തോളിൽ ഐസ് പോലെ തണുത്തൊരു കൈ അമരുന്നത് അവനറിഞ്ഞു. ചെവിക്കരികിൽ ആ വൃദ്ധൻ്റെ ശബ്ദം മുഴങ്ങി. നമ്മൾ ആശുപത്രി എപ്പോൾ എത്തും മോനെ?